കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണിക്കണ്ണനെ കേട്ടോ ചാർത്തിരിക്കണം. നല്ല കൗതുകമുണ്ട്. ആ കുഞ്ഞ് കാലുമേലത് ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. മുട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. രണ്ട് മുട്ടും ഒരുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. കുമ്പിടാൻ ഭാവിക്കുന്ന ഒരു ഭാവത്തിലാണ് കണ്ടാൽ തോന്നുക. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നത് മിടുമിടുക്കൻ. നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിന് നടുവിൽ സ്വർണ്ണ ഗോപി തിലകം, കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് താമരപ്പൂ പറിച്ചിങ്ങനെ എടുത്ത് നിൽപ്പുണ്ടായി കുമ്പിട്ടിട്ട് അത് രണ്ട് മുട്ടും ഇങ്ങനെ ചെറുതായിട്ട് മടക്കി താമരപ്പൂ പറിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ച പോലെ തോന്നും കണ്ടാൽ. അങ്ങനെ അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ഒന്ന് കുമ്പിട്ട പോലെ തോന്നും കണ്ടാൽ. അങ്ങനെ വലത്തെ കയ്യിൽ ഒരു താമരപ്പൂണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കൊള്ള് മുറുകെ പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഓടക്കൊള്ളും താമരപ്പൂ ആ പൊന്നുണ്ണി കണ്ണൻ്റെ കയ്യിൽ കേട്ടോ. നല്ല കൗതുകം ഉണ്ടാകുന്നു ഇപ്പം കാണാൻ തന്നെ. മുട്ട് ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയില്ലേ, അപ്പം ഇങ്ങനെ കുമ്പിട്ടിട്ട് പറക്കില്ലേ, അതാ ഒരു ഭാവമാണ് തോന്നുന്നത് കണ്ടാൽ. അങ്ങനെ താമരപ്പൂവും പറിച്ച് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ, ഒരു താമര കണ്ണൻ, നല്ല കൗതുകത്തിൽ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. പൂവ് പറിച്ചെടുത്ത കയ്യിൽ ആ സന്തോഷം മുഴുവൻ ആ മുഖത്തുണ്ട്. അങ്ങനെ ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് മുഖം കാണാനും അത്. ദേഹമൊക്കെ നല്ല തടിച്ചിട്ടുണ്ട്, മിട്ടുമിട്ടുക്കനായിട്ടൊരു ഉണ്ണി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നല്ല കൗതുകത്തിലാണ് ചാർത്തിരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കണ പൊന്നുണ്ണി കാണാൻ. അത് പൊന്നിങ്കിരിയുടെ ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരിയുടെ മുകളിൽ താമരപ്പൂ കൊണ്ടുള്ളൊരു തിരുമുടിമാല, കഴുത്തിൽ രണ്ട് ഉണ്ടമാലകൾ, തടിച്ചുരുണ്ട ഉണ്ടമാലകൾ, നല്ല കൗതുകമുണ്ട് ഉണ്ടമാലകൾ കാണാൻ. ഒരു ഉണ്ടമാല എങ്ങനെ വെച്ചാൽ തെച്ചിപ്പൂ ധാരാളം, ഇടയിൽ കുറച്ച് താമരപ്പൂ, പിന്നെയും തെച്ചിപ്പൂ, അങ്ങനെയായിട്ട് നല്ല ഭംഗിയുടെ ഒരു ഉണ്ടമാല. മറ്റേതെന്ന് വെച്ചാൽ തെച്ചിയും താമരയും തുളസി ഇങ്ങനെ ഇടകലർന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്. തിരുമുടിമാല അതിന് കാണാനും നല്ല ഭംഗിയുണ്ട്, താമര കൊണ്ടുള്ള തിരുമുടിമാല. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ആ ഉണ്ടമാലയുടെയും തിരുമുടിമാലയുടെ ഒക്കെ നടുവിലേക്ക് ആ പൊന്നുണ്ണി കാണാൻ താമരപ്പൂ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊന്ന് പൊട്ടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. പൊയ്ക്കൊന്നുണ്ടായിട്ടല്ല, നല്ല ഒരു ഭാവത്തിൽ ഒന്ന് ചെറുതായിട്ട് കുമ്പിട്ടിട്ട് അങ്ങനെ പറിച്ചെടുത്ത പോലെ തോന്നാൻ നിപ്പ് കണ്ടാൽ അത്ര കൗതുകമുണ്ട് കാണാൻ. എനിക്കങ്ങനെയാണ് തോന്നിയത് കണ്ടപ്പോൾ. അവർ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് അഞ്ചാറുണ്ട മാലകൾ, താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം, പിന്നെ തെച്ചിയും തുളസിയായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ മാത്രമായിട്ട് രണ്ട് മൂന്നെണ്ണം, അങ്ങനെ അഞ്ചാറുണ്ട മാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലക്കത്തൊക്കെ നോക്കിയാൽ കുസൃതി കാണിച്ച് നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ മുഖഭാവം ഉണ്ടല്ലോ, നല്ല കൗതുക. തടിച്ചുരുണ്ട് ഒരു വിടമിടുക്കൻ ഒരു ഉണ്ണിക്കണ്ണൻ, താമരപ്പൂവും പൊട്ടിച്ചിട്ട് ഇടത്തെ കയ്യിൽ ഉടക്കൊല്ലം മുറുകെ പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഗുരുവായൂരപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണേ. മരങ്ങൾ കണ്ടേടമിരുന്നിരുന്നു മനോജ്ഞയാം രാധിക എന്ന ഗോപി, വനത്തിലേക്കൊന്നര കൊണ്ടു ദേഹം മറച്ചു പോകുന്നു നിലാവിൽ മെല്ലെ. നിലാവെളിച്ചത്തളികത്തിലെല്ലാ മരാളമായോര അളകാളി ചിന്നി, ആളിക്കു നാളീക ശരാർത്തിയുള്ളിൽ ആളിച്ചു കൊണ്ടെത്തിയളീക ബാലൻ. ആരാണിവൻ ശ്യാമളനെന്നു തോഴി ചോദിച്ച നേരം തല താഴ്ത്തി ഗുജാഥ, മിണ്ടാതെ നിന്നാൾ പരമാർത്ഥ തത്വം മോതാൻ കുഴങ്ങും ശ്രുതി എന്ന പോലെ. ഒന്നാന്തരം പിച്ചകമാലയൊന്നു തൃക്കാൽക്കൽ വെച്ച ചെറുമങ്കയാളെ സാഷ്ടാംഗപാദം പ്രണമിച്ചു മാപ്പു ചോദിച്ചു കൃഷ്ണൻ കരുണാസമുദ്രൻ. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ വലത്തെ കയ്യിലൊരു താമരപ്പൂ പറിച്ചെടുത്ത് കിടക്കുന്ന പോലെ ഇടത്തെ കയ്യിലൊരു ഓടക്കോഴം പിടിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കൗതുകം ഉണ്ടാകുന്നു ഇപ്പം കാണാൻ. നമുക്ക് നല്ല സന്തോഷമാവും ആ കളഭാലങ്കാരം കണ്ട. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ താമരപ്പൂവും ഓടക്കോഴലും പിടിച്ചിട്ട് ചെറുതായിട്ട് രണ്ട് മുട്ടുകനെ മടക്കിയിട്ടുണ്ടാവും. താമരപ്പൂ പറിച്ചെടുത്ത പോലെ തോന്നാൻ നിപ്പ് കണ്ടാൽ. അങ്ങനെ നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ രണ്ട് തൃപ്പാദം. അത് രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട്, ആ എള്ളം പുഞ്ചിരി എന്നൊക്കെ പറയാം, അങ്ങനെ രസമായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടൊക്കെ ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം അല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.